ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് അപ്ഡേറ്റ് ചെയ്തു വന്ന 2026 മോഡൽ എക്സ്റ്ററിന്റെ നൈറ്റ് എഡിഷൻ വേരിയന്റ് ആണിത്. ഈ എക്സ്റ്ററിൽ നൈറ്റ് എഡിഷൻ നമുക്ക് HS6 വേരിയന്റിലും HX10 വേരിയന്റിലും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. HS6ലാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും, HX10 ആണെങ്കിൽ ഓട്ടോമാറ്റിക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ HS6ൽ തന്നെ CNGയിലും നമുക്ക് ഈ നൈറ്റ് എഡിഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ നൈറ്റ് എഡിഷനിൽ നോർമൽ എക്സ്റ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത്, പ്രൈസിൽ എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, ഇപ്പൊ നോർമൽ HS6ഉം നൈറ്റ് എഡിഷനും തമ്മിൽ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, ഓണം ഓഫറിന് ശേഷം ഈ നൈറ്റ് എഡിഷൻ വേരിയന്റും എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വെക്കാം. റീസെന്റ് ലോഞ്ച് ചെയ്ത എക്സ്റ്ററിന്റെ നൈറ്റ് എഡിഷൻ വേരിയന്റ് ആണിത്. ഈ നൈറ്റ് എഡിഷൻ വേരിയന്റ് വന്നിരിക്കുന്നത് HX6 വേരിയന്റിനെ ബേസ് ചെയ്തിട്ടാണ്. എക്സ്റ്ററിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും HS6 വേരിയന്റ് തന്നെയാണ്. അപ്പോൾ ആ HS6 വേരിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നൈറ്റ് എഡിഷൻ കൊടുത്തിരിക്കുന്നത്. ഈ HS6ൽ നൈറ്റ് എഡിഷനിലാണ് നിങ്ങൾക്ക് CNGയും മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ HX10ൽ നമുക്ക് നൈറ്റ് എഡിഷൻ വരുന്നുണ്ട്, പക്ഷെ അതിൽ ഓട്ടോമാറ്റിക് AMT മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നോർമൽ എക്സ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ ഈ നൈറ്റ് എഡിഷനിലേക്ക് വരുമ്പോൾ വരുന്നുണ്ട്. നൈറ്റ് എഡിഷനിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കീന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കീയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ്റെ കൂടെ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 ഫ്ലിപ്പ് കീസ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഫ്രണ്ട് ലുക്കിലേക്കൊക്കെ വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞോണം വാഹനം ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു എക്സ്റ്റർ വേണം, ഫുൾ ബ്ലാക്ക് ഫിനിഷ് വേണം, അല്ലെങ്കിൽ വാഹനം എടുത്ത് ബ്ലാക്ക് കളറിലേക്ക് മാറ്റണം എന്നുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ നൈറ്റ് എഡിഷനിലേക്ക് പോകുമ്പോഴും. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എക്സ്റ്ററിന്റെ ബാഡ്ജിങ് ഈ ഒരു പോർഷനിൽ തന്നെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് അത് എക്സ്റ്ററിന്റെ ബാഡ്ജിങ് മാറ്റിയിട്ടുണ്ട്. ലോഗോ ഫുൾ ബ്ലാക്ക് ആയി. ഗ്രില്ലും നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളുടെ DR H ഷേപ്പിലുള്ള DRL കൊടുത്തിരിക്കുന്നു. അത് LED ആണ്. അതിനകത്ത് നമുക്ക് ഹാലജനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ്, താഴേക്ക് വന്ന പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് കാണാം. അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു ക്രോമിൻ സെറ്റ് വന്നിട്ടുണ്ട്. ഇതും കൂടി വേണമെങ്കിൽ ഒന്ന് സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവൽ ലുക്കാവും. താഴേക്ക് വരുമ്പോൾ ഇതൊരു സിൽവർ ഫിനിഷിലാണ് നോർമൽ എക്സ്റ്ററിൽ വരുന്നത്. ഇതൊരു ഡാർക്ക് ഗ്രേ ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ വന്നിരുന്ന സിൽവർ ലൈൻ നമുക്ക് ആ ഡാർക്ക് ഗ്രേ ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. 185 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള മാറ്റം നമ്മളുടെ ആ ഒരു സിൽവർ ഫിനിഷ് ഡാർക്ക് ഗ്രേയിലേക്കും എക്സ്റ്ററിന്റെ ബാഡ്ജിങ് നമുക്ക് ഡാർക്ക് കളറിലേക്കും മാറി എന്നുള്ളതാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ HS6 വേരിയന്റിൽ അലോയ്സ് ഒന്നും വരുന്നില്ല. പക്ഷേ അലോയ്സ് പോലെ തോന്നിക്കുന്ന ഹൈപ്പർ സ്റ്റൈൽ വീൽസ് അല്ലെങ്കിൽ വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതും ഇത് സിൽവർ ഫിനിഷ് ആയിരുന്നു വന്നിരുന്നത്. ഇതിപ്പോൾ ഒരു ഡാർക്ക് ഗ്രേ കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടയർ സൈസ് 175, 65, R15 തന്നെയാണ് ടയർ സൈസ് വരുന്നത്. അതുപോലെ തന്നെ കാലിപ്പേഴ്സ് റെഡ് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഒരു പ്രധാന മാറ്റമായിട്ട് നമുക്ക് പറയാം. വശങ്ങളെല്ലാം ആ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നുണ്ട് ബാക്ക് വശം വരെ. അതെല്ലാം നമുക്ക് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അതിന്റെ സ്മാർട്ട് ഓട്ടോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. മിറേഴ്സിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഇത് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് കാണാം. ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്രോം ലൈനോ സംഭവങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നമ്മുടെ B പില്ലറും C പില്ലറും എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ചെയ്യാനാണ്. റൂഫിലേക്ക് വരുമ്പോൾ നമുക്ക് റൂഫ് റെയിൽസും ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. HS6ൽ സൺറൂഫ് നമുക്ക് വരുന്നുണ്ട്. ബാക്കിൽ ഷാർപ്പിൻ ആന്റിന കാണാം. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള പ്രധാന മാറ്റം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു അലോയ് വീൽസിന്റെ കളറിൽ വന്നിരിക്കുന്ന മീൻസ് ആ വീൽ കപ്പിന്റെ കളറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. ഈ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഉള്ള മാറ്റങ്ങളാണ് നമുക്ക് ബാക്കിലും പ്രധാനമായിട്ട് വരിക. ആദ്യം തന്നെ നമുക്ക് നൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വന്നു. പിന്നെ ഈ ഒരു പോർഷൻ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് വന്നത് ഇതിനകത്ത് ആ ഒരു ഡാർക്ക് ഗ്രേ ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. ബാക്കിലേക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് വന്നു. റിഫ്ലക്ടർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ബാക്കിൽ നമ്മൾ എക്സ്ട്രീ കണ്ട പോലെ സ്പോട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ബമ്പർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഈ പോർഷനും നമുക്ക് ഒരു ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ആയി എന്നുള്ളത് ഒരു മാറ്റമാണ്. പിന്നെ നമുക്ക് എക്സ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ബാഡ്ജിങ്ങും ബ്ലാക്കിലേക്ക് മാറിയിട്ടുണ്ട്. HS6 വേരിയന്റിൽ നമുക്ക് ബാക്കിൽ വൈപ്പർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡിഫോഗർ ലൈൻസ് കാണാം. നമുക്ക് ആ ഒരു സ്പോട്ടി ലുക്കിംഗ് ആയിട്ടുള്ള സ്പോയിലർ കൊടുത്തിരിക്കുന്നു. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കാണാനായിട്ട് പറ്റും. ടെയിൽ ലൈറ്റ് ആ H ഷേപ്പിൽ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അകത്ത് സ്റ്റോപ്പ് ലൈറ്റ് ഹാലജൻ ആണ്. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റും ഹാലജൻ ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത്. ഇപ്പോൾ ബൂട്ട് സൈസ് നോക്കുകയാണെങ്കിൽ 391 ലിറ്റർ ആണ് ഈ ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇത് CNG ആണ് എങ്കിൽ ഡ്യുവൽ CNG ടാങ്ക് ആണ്. 225 ലിറ്റർ ആയിട്ട് അത് കുറയുന്നുണ്ട്. നമുക്ക് ബേസ് വേരിയന്റിലൊക്കെ കാണുന്ന 14 ഇഞ്ച് വീൽസ് സ്പെയർ വീലായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്പെയർ വീല് വരുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇപ്പോൾ മറ്റ് ടോപ്പിൻ്റെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞ പ്രധാന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പർ വരുന്നില്ല, അലോയ്സ് വരുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ മാറ്റങ്ങളൊന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്കിലേക്ക് ഇൻറ്റീരിയർ മാറിയിട്ടുണ്ട്. ആദ്യം നമുക്കൊരു ബ്ലൂ ആൻഡ് ഗ്രേ കോമ്പിനേഷനിലായിരുന്നു ഇൻറ്റീരിയർ വന്നിരുന്നത്. ഇതിപ്പോൾ ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും ആ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. ഇവിടെയെല്ലാം നമുക്ക് ആ ബ്ലാക്കിൻ്റെ തന്നെ ഒരു ടെക്സ്റ്റൈഡ് ഫിനിഷ് കാണാം. ഡോർ ഹാൻഡിൽസ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. താഴേക്ക് വരുമ്പോൾ നമുക്ക് സ്പീക്കർ ഗില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇനി സീറ്റിലേക്ക് വരുമ്പോഴും സീറ്റിൻ്റെ ഫാബ്രിക്കിലും അത്യാവശ്യം ചേഞ്ച് വന്നിട്ടുണ്ട്. വശങ്ങളിലെല്ലാം നമുക്കൊരു ലെതറിഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് ഫാബ്രിക്കും ആ പൈപ്പിങ്ങും നമുക്കൊരു ഗോൾഡൻ ടച്ചുള്ള പൈപ്പിങ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് AMT ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാറിന് ചുറ്റും നമുക്ക് ആ ഈ ഒരു ഗോൾഡൻ ടച്ച് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി AC വെൻസിനകത്ത് നമുക്ക് ആ ഒരു ബ്രഷ്ഡ് ഗോൾഡൻ ഫിനിഷ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നൈറ്റ് എഡിഷൻ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന മാറ്റം വന്നിരിക്കുന്നത് ഇൻറ്റീരിയർ കളർ ടോണിന് തന്നെയാണ്. ഫുൾ ബ്ലാക്ക് ആണ്. ഇടയ്ക്കെല്ലാം നമുക്ക് ആ ഒരു ഗോൾഡൻ ബ്രഷ്ഡ് ഗോൾഡൻ ഫിനിഷ് കാണാം എന്നുള്ളത് മാത്രമാണ് ഒരു ഡിഫറൻസ്. ബാക്കിയെല്ലാം ഫുൾ ബ്ലാക്കി കൊടുത്തിരിക്കുന്നു. നമ്മുടെ പുതിയ എക്സ്റ്ററിൽ ഒരു ബ്ലൂ കളറായിരുന്നു. അത് പലർക്കും ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരു ബ്ലാക്ക് കളർ ഇൻറ്റീരിയർ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നൈറ്റ് എഡിഷൻ കൺസിഡർ ചെയ്യാം. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല് കാണാം. 4 സ്പോക്കാണ്. താഴെ ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇടതുവശമായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. ആ ഒരു വോളിയം റോക്കറും ആ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് എല്ലാം നമുക്ക് ആ ഒരു ഗോൾഡൻ ടച്ച് കാണാനായിട്ട് പറ്റും. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ സെഗ്മെൻറ്റിലെ തന്നെ ഓടിക്കാൻ ഏറ്റവും രസമുള്ള ഒരു AMT ഓട്ടോമാറ്റിക് നമ്മുടെ എക്സ്റ്ററിലാണ്. ഇപ്പോൾ പാഡിൽ ഷിഫ്റ്റേഴ്സൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ലാഗൊന്നും ഇല്ലാണ്ട് നല്ല രസമായിട്ട് ഈ വാഹനം ഓടിക്കാനായിട്ട് പറ്റാം. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ്. സ്പീഡോമീറ്റർ, RPM മീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ TPMS, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ RPM നമുക്ക് റേസ് ആവുന്നത് കാണാം. അതിനകത്ത് ആ ലൈറ്റ് ഇൻഡിക്കേഷൻസ് വരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. വളരെ സൈലൻ്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഇതിനകത്ത് വരുന്നത്. എസ്പെഷ്യലി ആ ഒരു എഞ്ചിൻ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ആ 4 സിലിണ്ടർ എഞ്ചിൻ്റെ എല്ലാ സ്മൂത്ത്നെസ്സും ഈ വാഹനത്തിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കും. ഈ വാഹനം ഇപ്പോൾ നമ്മളിപ്പോൾ AC ഒരു സൗണ്ട് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. വേറെ യാതൊരു നോയ്സും ഈ വാഹനത്തിൽ കേൾക്കുന്നില്ല. ഇനി നമ്മളുടെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. അതിൻ്റെ ഫിസിക്കൽ ബട്ടൺ നിങ്ങൾ വശത്ത് കൊടുത്തിരിക്കുന്നു. അതിനകത്തൊരു ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ഫിക്സഡ് ഗൈഡ് ലൈൻസാണ് റിവേഴ്സ് ക്യാമറയ്ക്ക് വരുന്നത്. പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് നമുക്ക് ഫങ്ഷൻ ചെയ്യുന്നത് കാണാം. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ സിസ്റ്റമാണ്. നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടാബ്ലറ്റ് പോലെ മാപ്പെല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് താഴെയായിട്ട് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡോർ പാഡിൽ കാണുന്ന ടെക്സ്റ്റൈഡ് ഫിനിഷ് നമുക്ക് ഈ സെൻട്രൽ കൺസോളിലും കാണാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു Type C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് വേണം. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. AMT ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതിനും ഒരു ലെതർ റാപ്പിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. മാനുവൽ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ്, ഡ്രൈവറിന് ആംറെസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോ ഡ്രൈവറിന് ആംറെസ്റ്റ് വരുന്നില്ല. അത് നമ്മുടെ ഡ്രൈവർ സീറ്റിനോട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പോർഷനിലല്ല ആംറെസ്റ്റ് വരുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എക്സ്റ്റർ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് കാണാം സീറ്റുമ്പോൾ നിങ്ങൾക്ക്. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ഡാറ്റുള്ള ഗ്രാബ് ഹാൻഡിലാണ്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IR-VMs വരുന്നു. ഈ HS6 വേരിയൻറ്റിൽ നമുക്ക് ഡാഷ് ക്യാം ബിൽറ്റിനായിട്ട് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു സിംഗിൾ ഡിൻ സൺറൂഫ് കാണാം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂഫ് ഈ ഒരു പോർഷനിൽ മുകളിലേക്ക് ആ ഒരു ഓഫ് വൈറ്റ് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. കാരണം ഇതും കൂടി ഫുൾ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ആകാശം ഭയങ്കര ഡാർക്കായി പോകും. അതിൽ നിന്ന് മാറ്റി നിർത്താനായിരിക്കാം ആ ഒരു റൂഫ് പോർഷൻ കാര്യങ്ങൾ നമുക്ക് ആ ഒരു മാറ്റ് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു റീഡിംഗ് ലൈറ്റ് കാണാം. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ മൗണ്ടറായിട്ട് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ സൺറൂഫ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും.
ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ഇതിനകത്ത് കാണാം. കൂൾഡ് ലൈറ്റ് ഫീച്ചറൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇവിടെയെല്ലാം നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിൽ ഡോറുകൾ വൈഡായിട്ട് തുറക്കാൻ പറ്റും. ഡോർ പാഡ് എല്ലാം നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. നമുക്ക് ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരുന്നു. സൺബ്ലൈൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ട് കാണാനായിട്ട് പറ്റും. ബാക്കിലെ സീറ്റും ആ ഒരു സെമി ലെതർ ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. സീറ്റ് ബെൽറ്റ് ഹുക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം കാണാം. സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബാക്കിൽ ഇൻറ്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനം നമ്മുടെ എക്സ്റ്റർ ആണ്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. സെൻറ്റർ ടണൽ കാര്യങ്ങളൊന്നും തന്നെ വലുതായിട്ട് വരുന്നില്ല. 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. സീറ്റിൻ്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് സംഭവങ്ങളൊന്നും തന്നെ 2 വശത്തും ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 20 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാരണം വളരെ വിശാലമായിട്ടുള്ള ഒരു ബാക്ക് സ്പേസ് എന്ന് പറയാം ശരിക്കും എക്സ്റ്ററിന്. നമുക്ക് ഇഷ്ടം പോലെ സ്പേസാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ മൗണ്ടായിട്ടാണ് റീഡിംഗ് ലൈറ്റ് വരുന്നത്. സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ അതൊരു കുറവായിട്ട് നമുക്ക് പറയാം. എക്സ്റ്ററിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS CBT ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് വേരിയൻ്റ് എക്സ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് ഒരൊറ്റ എഞ്ചിനിലാണ് എക്സ്റ്റർ വരുന്നത്. നമ്മുടെ 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള വളരെ സൈലൻ്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ്. നമ്മൾ ആദ്യം പറഞ്ഞോണം ഈ വാഹനം ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. ഇതിനകത്തേക്ക് യാതൊരു നോയ്സും തന്നെ വരുന്നില്ല. ഈവൻ ഈ വാഹനം കാല് കൊടുത്ത് ഓടിക്കുന്ന സമയത്ത് വരെയും നല്ല സൈലൻ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. 82 HP പവറും 114 Nm ടോർക്കുമാണ്. 19.2 കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. പക്ഷേ റിയൽ ലൈഫിൽ ഒരു 15 വരെയൊക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട്. AMTക്ക് 15-16 വരെയൊക്കെ മൈലേജ് ലഭിക്കുന്ന ആളുകളുണ്ട്. ഇനി ഇതിൽ CNG അവൈലബിൾ ആണ്. സെയിം എഞ്ചിനിൽ തന്നെ CNGയിലേക്ക് വരുമ്പോൾ പവർ കുറവുണ്ട്. 69 HP പവറും 95 Nm ടോർക്കുമാണ് ലഭിക്കുന്നത്. മൈലേജാണ് ഹൈലൈറ്റ്. 27.1 കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. റിയൽ ലൈഫിലൊരു 25 എന്താണെങ്കിലും കിട്ടും. പക്ഷേ CNGയിൽ നമുക്ക് മാനുവൽ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക് വരുന്നില്ല. നമ്മുടെ പെട്രോൾ എഞ്ചിനിൽ AMT ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് ഈ HS6 വേരിയൻ്റ്, അതായത് HS6 നൈറ്റ് എഡിഷൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സ്റ്ററിന് ഇപ്പോൾ 60,000 രൂപ വരെ ഓണം ബെനിഫിറ്റ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഈ എക്സ്റ്ററിന് ലഭിക്കുന്നുണ്ട്. അതിൽ 35,000 രൂപ സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ടാണ്. പിന്നെ 10,000 രൂപ എക്സ്ചേഞ്ച് ബോണസും അപ്ഗ്രേഡ് ബോണസും പറഞ്ഞ് 10,000 രൂപയും കൊടുക്കുന്നുണ്ട്. അതായത് ചെറിയ വാഹനത്തിൽ നിന്ന് സാൻഡ്രോയോ സ്വിഫ്റ്റ് പോലെയുള്ള ചെറിയ ചെറിയ വാഹനങ്ങളിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അപ്ഗ്രേഡ് ബോണസ് എന്നും പറഞ്ഞ് 10,000 കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ ഉൾപ്പെടുത്തുന്ന പ്രൈസ് ജസ്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം കുറവുള്ള പ്രൈസാണ്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണിന് അഡീഷണലി ഓഫറായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇൻസ്റ്റയിൽ കാണുന്ന ആളുകൾ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിച്ചേക്കുക. ഇനി HS6 വേരിയൻ്റ്, ഇത് HS6 നൈറ്റ് എഡിഷൻ മാനുവൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,28,000 രൂപയാണ് ഓഫറുകൾക്ക് ശേഷം. അതല്ല നിങ്ങൾ ഈ കാണുന്ന HS6 നൈറ്റ് എഡിഷൻ AMT ആണെങ്കിൽ 10,18,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫറുകൾക്ക് ശേഷം ഓൺ റോഡ് ഇറക്കാം. ഇനി HS6 കഴിഞ്ഞാൽ HX10 നൈറ്റ് എഡിഷൻ വരുന്നത്. അത് അതിൻ്റെ ഓട്ടോമാറ്റിക്കാണ്. HX10 AMT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10,98,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. HS6 നൈറ്റ് എഡിഷൻ CNG ആണ് എങ്കിൽ നിങ്ങൾക്ക് 10,72,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ CNG ഒക്കെ അത്രയ്ക്ക് ഓട്ടോ ഉള്ള ആളുകൾ മാത്രമാണ് ഞാൻ പ്രിഫർ ചെയ്യാൻ പറയാറുള്ളൂ. അല്ലാത്തവർ പെട്രോൾ വേരിയൻ്റ് തന്നെ മതിയാവും. അത്യാവശ്യം ഓട്ടോ ഉള്ളൂ, ആവറേജ് ഒരു മാസം 1000-1500 കിലോമീറ്ററൊക്കെ ഓട്ടോ ഉള്ളൂ എങ്കിൽ പെട്രോൾ വേരിയൻറ്റ് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നോർമൽ HS6 വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ HS6 മാനുവൽ ആണെങ്കിൽ 9,10, നമ്മളുടെ ഈ നൈറ്റ് എഡിഷനിലേക്ക് വരുമ്പോൾ 9,28, അതായത് 18,000 രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. AMT ആണെങ്കിൽ 9,80, നമ്മളുടെ നൈറ്റ് എഡിഷൻ ആണെങ്കിൽ 10,18, അവിടെയും ഏകദേശം 18,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ 18,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലുള്ള എക്സ്റ്റർ കിട്ടും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇനി ബേസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 6,94 ഓൺ റോഡ് ഇറങ്ങും. ഇനി ബേസ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത് HX3 വേരിയൻ്റ് ആണ്. HX3 മാനുവലിന് 7,15, ഓട്ടോമാറ്റിക്കിന് 7,80,000 രൂപ. അതായത് എക്സ്റ്ററിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 7,80,000 രൂപയെങ്കിലും മിനിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹ്യുണ്ടായി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഒരുവിധം എല്ലാ വാഹനങ്ങളുടെയും, അതായത് എക്സ്റ്റർ, ക്രെറ്റ, നമ്മളുടെ വെന്യൂ, i10, i20 അങ്ങനെ എല്ലാ വാഹനങ്ങളുടെയും ഓൾമോസ്റ്റ് എല്ലാ വേരിയൻറ്റുകളുടെയും എല്ലാ കളറുകളും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓണത്തിന് നിങ്ങളൊരു വണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും വൈകിട്ടില്ല, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം എല്ലാ വേരിയൻറ്റുകളും റെഡി സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ചൊക്കെ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.